കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാനും എൻ്റെ ഒരു അനുഭവസാക്ഷ്യം പ്രസ്താവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഈ വലിയ അവസരത്തിനായിട്ട്, ഈ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ പേര് സഹദേവൻ എന്നാണ്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ താമസിച്ചുകൊണ്ട് കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തിൻ്റെ മഹത്വമാർന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബമുണ്ട്. മൂത്ത മകൻ വിവാഹിതനാണ്. അവന് ഒരു ചെറിയ പെൺകുഞ്ഞുണ്ട്. രണ്ടാമത്തെ മകൻ ഇപ്പോൾ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിന് അവസാന വർഷം വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായി ഇന്ന് ജീവനുള്ള ദൈവത്തെ സേവിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അനേക ജയിലുകളിൽ കടന്നുപോയി ചെന്ന് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസ്താവിക്കുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അനേക തടവുകാരായ സഹോദരങ്ങളോട് അറിയിക്കുവാനും അവരെ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ഈ ജീവനുള്ള ദൈവം ആരാണെന്ന് തിരിച്ചറിയാതെ ജീവിച്ചതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു ജീവിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുമെന്നും ആ ദൈവത്തിൻ്റെ മഹത്വമാർന്ന ശുശ്രൂഷകൾ ചെയ്യുമെന്നും ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ ചെറുപ്പം മുതൽക്ക് തന്നെ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ മുഴുകി ജീവിച്ചവരായിരുന്നു. ഒപ്പം തന്നെ എൻ്റെ പിതാവ് വലിയൊരു മദ്യപാനിയായിരുന്നു. മദ്യപിച്ചിട്ട് വീട്ടിലും നാട്ടുകാരുടെ ഇടയിലൊക്കെയും വലിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആളായിരുന്നു എൻ്റെ പിതാവ്. ചെറുപ്രായത്തിൽ തന്നെ വീട്ടിൽ സമാധാനത്തോടെ ഒന്ന് അന്തി ഉറങ്ങാൻ പോലും കഴിയാത്ത അത്രമാത്രം ജീവിതത്തിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് വളരെ പ്രതാപത്തിൽ ജീവിച്ച ഒരു കുടുംബമായിരുന്നു. എന്നാൽ പിതാവിൻ്റെ മദ്യപാന നിമിത്തവും കുടുംബത്തിൽ വന്ന തകർച്ചകൾ നിമിത്തം എല്ലാം നഷ്ടപ്പെട്ടു. ഒരു ദിവസത്തെ അന്നത്തിന് പോലും വകയില്ലാത്ത വിധത്തിൽ വളരെ ഭാരപ്പെട്ട് പലവിധമായ പണികൾ ചെയ്തു. എൻ്റെ ചെറുപ്രായം മുതൽക്ക് ഞാനും കൂലിവേലകൾ പലതും ചെയ്ത് ഉപജീവനത്തിനുള്ള വക കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ ഒരു ജോലി അന്വേഷിച്ച് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുവാൻ ഇടയായിത്തീർന്നു. കട്ടപ്പനയിൽ പലവിധമായ ജോലികൾ അവിടെ ചെയ്തു. അങ്ങനെ ജോലികൾ ചെയ്യുമ്പോൾ അവിടെ വളരെ സുലഭമായി കിട്ടുന്ന കഞ്ചാവും വാറ്റിയാരവും എന്നെ സ്വാധീനിക്കുവാൻ ഇടയായിത്തീർന്നു. കഞ്ചാവും വാറ്റിയാരവും ഒക്കെ ഉപയോഗിച്ച് ഓരോ ദിവസവും അതിൻ്റെ അളവ് കൂടിക്കൂടി വർദ്ധിച്ചു വന്നു. അപ്പോൾ ഇതിൻ്റെ ഉപയോഗത്തിന് വേണ്ടി, മദ്യത്തിനും ലഹരിയുടെയും ഉപയോഗത്തിന് വേണ്ടി ജോലിയെടുക്കുന്ന പൈസ തികയാതെ വന്നതായ സമയത്ത് കൂടുതൽ പൈസ അധ്വാനിച്ച് നേടുവാൻ വേണ്ടിയിട്ട് അതിനുള്ള പരിശ്രമത്തിൽ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ തന്നെ കട്ടപ്പന ടൗണിൽ ഒരു ചുമട്ടുകാരനായിട്ട് ജോലി ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. അനേക വർഷങ്ങൾ ഒരു ചുമട്ടു തൊഴിലാളിയായിട്ട് അവിടെ ജോലി ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഒരു യൂണിയൻ്റെ നേതാവായിട്ട് 42 പേരടങ്ങുന്ന ഒരു രജിസ്റ്റേർഡ് യൂണിയൻ്റെ നേതാവായിട്ട് അവിടെ പ്രവർത്തിപ്പാൻ ഇടയായിത്തീർന്നു. അപ്പോഴും ഈ മദ്യത്തിനും ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിന് ഒരു കുറവുമില്ല. അതെല്ലാം ദിനംതോറും വർദ്ധിച്ച് വന്നുകൊണ്ടേയിരുന്നു. കഞ്ചാവും വാറ്റിയാരയും എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അടിപിടിയും അക്രമവും ചീട്ടുകളിയും ഇങ്ങനെയുള്ള പലവിധമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ കൂടി വന്നു. മിക്കപ്പോഴും കേസുകൾ പലതും ഉണ്ടായി. കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ സ്ഥിരമായി കയറി ഇറങ്ങുക ഒരു പതിവായി തീർന്നു. ഒരാഴ്ചയിൽ 3-4 പ്രാവശ്യം ഏതെങ്കിലും കേസുകളുമായി ബന്ധപ്പെട്ട് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ സ്ഥിരമായിട്ട് കയറി ഇറങ്ങുക പതിവായിരുന്നു. അങ്ങനെ പോലീസുകാർക്കും എന്നെക്കൊണ്ട് ഒരു തലവേദനയായി തീർന്നു. ഒപ്പം വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ഞാനൊരു പ്രശ്നക്കാരനായിട്ട് മാറി. അങ്ങനെ മുമ്പോട്ട് പോകുന്നതായ സമയത്ത് ചില ദൈവദാസന്മാരൊക്കെ അന്ന് എൻ്റെ അടുക്കൽ കടന്നു വന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്ന ചില പാസ്റ്റർമാർ അവരെന്നോട് പറഞ്ഞു, സഹോദര, ഈ മദ്യപാനവും തമ്മിത്തല്ലും കേസും പ്രശ്നങ്ങളുമൊക്കെ ഒഴിവായി ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കൂ. ഞങ്ങളോടൊരുമിച്ച് പ്രാർത്ഥനയ്ക്കൊന്ന് കടന്നു വാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.
നിങ്ങൾ വളരെ ചെറുപ്പമാണ്, നിങ്ങൾക്ക് ഒരു നല്ല ഭാവിയുണ്ട്. ഇതൊക്കെ അവരെ പലപ്പോഴും എന്നോട് ഉപദേശിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതൊന്നും, ആ ഉപദേശമൊന്നും എനിക്ക് ചെവിക്കൊള്ളാൻ എനിക്ക് മനസ്സുണ്ടായില്ല. ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ഞാൻ പഠിച്ചിരുന്നതും എൻ്റെ മാതാപിതാക്കൾ ഗുരുക്കന്മാർ പറഞ്ഞതെന്ന് പഠിപ്പിച്ചതുമായ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള വിശ്വാസ പ്രമാണത്തിനൊന്നും എന്നെയോ എൻ്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട്, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ദൈവം തന്നെ ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു നിരീശ്വരവാദിയായിട്ടാണ് ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ജീവിതം ആരംഭിച്ചത്. ഇങ്ങനെ ഈ യേശുവിനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ചില ദൈവദാസന്മാരൊക്കെ എന്നോട് പറഞ്ഞപ്പോഴും, അങ്ങനൊരു ദൈവത്തിൻ്റെ ആവശ്യം എനിക്കില്ല, എനിക്ക് ആരോഗ്യമുണ്ട്, പണിയെടുത്ത് ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റേതായ ഇഷ്ടത്തിനനുസരിച്ചൊരു ജീവിതം മുമ്പോട്ട് നയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരുപാട് നാൾ അങ്ങനെ മുമ്പോട്ട് ആ ജീവിതം നയിക്കുവാനായി സാധിച്ചിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കൊലക്കേസിൽ പ്രതിയായിട്ട് തീരുവാൻ ഇടയായി തീർന്നു. ആ കേസിൽ എന്നെ പോലീസുകാർ മൂവാറ്റുപുഴ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. മാസങ്ങൾ മൂവാറ്റുപുഴ സബ് ജയിലിൽ റിമാൻഡിൽ കിടന്നതിന് ശേഷം തൊടുപുഴ സെഷൻസ് കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ച് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. സെൻട്രൽ ജയിലിൽ വന്ന് ജീവിതത്തിൽ സമാധാനമില്ലാതെ ആകെ നിരാശയാലും മനസ്സിൻ്റേതായ ആ പിരിമുറുക്കത്താൽ പലവിധമായ പ്രശ്നങ്ങൾ ജയിലിനകത്തുണ്ടാകുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ഏകദേശം 2000-ലധികം തടവുകാർ പൂജപ്പുര സെൻട്രൽ ജയിലിലുണ്ട്. അതിൽ പല തടവുകാരുമായിട്ടും പല സന്ദർഭങ്ങളിൽ ജയിലിനകത്ത് വെച്ച് ഏറ്റുമുട്ടുവാനും അവരുമായിട്ട് അടിപിടിയും അക്രമമൊക്കെ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ജയിൽ ഉദ്യോഗസ്ഥന്മാർ പല പ്രാവശ്യം എനിക്ക് വാണിംഗ് തന്നു. അവരുടെ കൈക്കരുത്ത് കൊണ്ട് എന്നെ നന്നാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അതുകൊണ്ടൊന്നും എൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരാതിരുന്നപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഇവന് മാനസികമായിട്ട് ഇവനെന്തോ തകരാറുണ്ട്, അതുകൊണ്ട് മറ്റു തടവ് പുള്ളികളോടൊപ്പം പാർപ്പിച്ചാൽ ഇവൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നവനാണ്, അതുകൊണ്ട് ഇവനെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ പാർപ്പിക്കണമെന്ന് പറഞ്ഞ് പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് തന്നെ മാനസികമായി തകർന്ന മനോരോഗികളായ തടവുകാരെ പാർപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെയുള്ള ആ മനോരോഗികളെ, മാനസിക രോഗികളെ അടച്ചുപൂട്ടിയിടുന്ന ആ സെല്ലിൽ ഒരൊറ്റയ്ക്ക് ഒരു സെല്ലിൽ എന്നെയും അടച്ചുപൂട്ടിയിടുവാൻ ഇടയായി തീർന്നു. വളരെ വർഷങ്ങൾ ആ ജയിലിനകത്ത് കിടന്നു. ഏകദേശം 3.5 വർഷത്തോളം ആ ഒറ്റമുറിയിൽ കിടക്കുവാൻ ഇടയായി തീർന്നു. ഒരു ഏകാന്ത തടവ് എന്നുള്ള നിലയിൽ മറ്റു തടവുകാരോട് സംസാരിക്കുവാൻ സ്വാതന്ത്ര്യമില്ല, മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഒരു നരക തുല്യമായ ജീവിതം മുമ്പോട്ട് കഴിഞ്ഞുപോയി. ഈ സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ഈ ഒറ്റമുറിയിൽ ഇങ്ങനെ ഒരു ഇടുങ്ങിയ മുറിക്കുള്ളിൽ കിടന്ന ഇങ്ങനെ ഒരു നരകതുല്യമായ ഒരു ജീവിതം നയിക്കുന്നത്? ഒരു മനുഷ്യനോടൊന്നും സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ല, വായിക്കുവാൻ ഒരു കടലാസ് കഷ്ണം പോലും കിട്ടാറില്ല, ഒരു ആശ്വാസം പറഞ്ഞു തരാൻ ഒരു മനുഷ്യൻ പോലുമില്ല. എന്നെ ജാമ്യത്തിൽ ഇറക്കുവാനും പരോളിൽ ഇറക്കുവാനും ഒരു വ്യക്തി പോലും തയ്യാറായില്ല. പുറത്ത് ഞാൻ സ്വാതന്ത്ര്യത്തോടെ കട്ടപ്പന ടൗണിൽ ജീവിക്കുന്ന സമയത്ത് എന്നോടൊപ്പം കൂട്ടുകൂടാനും ചീട്ട് കളിക്കാനും തല്ലു ഉണ്ടാക്കാനും കഞ്ചാവ് വലിക്കാനും ഒക്കെ ഇഷ്ടം പോലെ ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. എന്നാൽ ഈ ജയിലിലായതിനു ശേഷം ഒരു വ്യക്തി പോലും എന്നെ കാണുവാനോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും ആരും തയ്യാറായില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, കയ്യിൽ പൈസ ഉള്ളപ്പോൾ, സ്വാതന്ത്ര്യം അനുഭവിച്ച് വെളിയിൽ ജീവിക്കുമ്പോൾ ധാരാളം സുഹൃത്തുക്കളും സ്നേഹിതന്മാരും ഉണ്ടാകും. എന്നാൽ കയ്യിൽ പൈസ ഇല്ലാതെ വന്നാൽ, ജീവിതത്തിലൊരു പ്രയാസമോ പ്രതിസന്ധിയോ നേരിട്ടാൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ജീവിതത്തിലാകെ നിരാശ വർദ്ധിച്ചു വന്നു. എൻ്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുവാൻ ഇടയായി തീർന്നു, നീ ഇങ്ങനെ എത്ര കാലം ഇവിടെ കിടന്ന് നരകശിക്ഷ അനുഭവിക്കും, ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും നിന്നെ സ്നേഹിക്കുവാൻ ഇനി ലോകത്തിൽ ആരും ഉണ്ടാകത്തില്ല. ഒരു കൊലക്കേസിലെ പ്രതിയാണ്, കൊലപ്പുള്ളിയാണെന്ന് പറഞ്ഞ് ജയിലിൽ കിടന്ന ജയിൽ പുള്ളിയാണെന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാവരും നിന്നെ അകറ്റി നിർത്തും, നിന്നെ സ്നേഹിക്കുവാൻ ഇനി ആരും ഉണ്ടാകത്തില്ല എന്ന് എൻ്റെ മനസ്സിലാരോ മന്ത്രിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ സ്വയം തീരുമാനിച്ചു, ഇനി ഈ ലോകത്ത് ഞാൻ ജീവിക്കാൻ അർഹനല്ല എന്ന് ചിന്തിച്ച്
ആത്മഹത്യയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ ജീവിതം ആ സെല്ലിനകത്ത് ആ ഒറ്റമുറിക്കുള്ളിൽ എന്നേക്കുമായി അവസാനിപ്പിച്ച് ഈ ലോകത്തുനിന്ന് വിട പറയണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അതിനുവേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു സുവിശേഷ പ്രതി എൻ്റെ കയ്യിൽ കിട്ടുവാൻ ഇടയായിത്തീർന്നു. ഒരു ലഘുലേഖയാണ്. ആ ലഘുലേഖയിൽ എഴുതിയിരുന്നതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഇന്നു നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ ചിലവഴിക്കും എന്ന് തുടങ്ങുന്ന കുറേ വചനങ്ങൾ ആ ലഘുലേഖയ്ക്കകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനത് വായിച്ചു. എന്നാലും എൻ്റെ ജീവിതത്തിലൊരു സമാധാനം ഉണ്ടായില്ല. ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടിയിട്ട് മനസ്സിലിങ്ങനെ ചിന്തിച്ച് ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ജയിലിനകത്ത് സുവിശേഷം അറിയിക്കുന്ന ഒരു സുവിശേഷ ടീം അന്ന് പ്രവർത്തിക്കുന്നു എന്ന് അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് അറിയുവാൻ ഇടയായിത്തീർന്നു. എനിക്ക് ആ പ്രാർത്ഥനകൾ സംബന്ധിക്കാനായിട്ട് എനിക്ക് ആഗ്രഹം തോന്നി. പക്ഷേ ഒറ്റമുറിയിൽ നിന്ന് പുറത്തിറങ്ങുവാൻ സ്വാതന്ത്ര്യമില്ല. ഒരു ഞായറാഴ്ച അന്ന് ഡ്യൂട്ടിക്ക് വന്ന ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞു, സാറേ, അവിടെ ആ പ്രാർത്ഥനയുണ്ടെങ്കിൽ എനിക്ക് ആ പ്രാർത്ഥനയ്ക്ക് എന്നെ ഒന്ന് അയക്കണം, എനിക്ക് ആ പ്രാർത്ഥനയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിലെ ആഗ്രഹം ഇതായിരുന്നു. 3.5 വർഷത്തോളം ഒറ്റമുറിയിൽ കിടന്ന ഒരു മനുഷ്യനോടും സംസാരിക്കാൻ പറ്റുന്നില്ല. അല്പം ശുദ്ധമായെങ്കിലും പുറത്തിറങ്ങിയാൽ അനുഭവിക്കാൻ പറ്റും. ആ ഒരു ചിന്തയോടുകൂടി ആണ് പ്രാർത്ഥനയ്ക്ക് പോകണം എന്ന് പറഞ്ഞത്. ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഒറ്റമുറിയിൽ കഴിയുന്ന ഒരാളിന് പുറത്തിറങ്ങാൻ കഴിയത്തില്ല, എങ്കിലും നിനക്ക് പ്രാർത്ഥനയ്ക്ക് ജയിലിനകത്ത് തന്നെയാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ജയിലിന് പുറത്തല്ല. എന്നാലും പ്രാർത്ഥനയ്ക്ക് പോകാൻ നിനക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് അതിന് പ്രത്യേകമായി പെർമിഷൻ തരാം, പ്രാർത്ഥന കഴിഞ്ഞ് വേഗം ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ പ്രാർത്ഥനയ്ക്ക് പോകാൻ ആ ഉദ്യോഗസ്ഥൻ എനിക്ക് അനുവാദം തരുവാൻ ഇടയായിത്തീർന്നു. ഞാൻ അവിടെ ആ ജയിലിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള ഒരു പ്രാർത്ഥനാലയമുണ്ട്. ആ പ്രാർത്ഥനാലയത്തിൽ പുറത്ത് ജനലിൽ കൂടി നോക്കുമ്പോൾ ഒരു 100-ലധികം വരുന്ന തടവുകരായ വ്യക്തികൾ അവിടെ വളരെ നിരനിരയായിട്ട് നിലത്തിരുന്ന് വിരിച്ച പായിലിരുന്ന് പാട്ടുകൾ പാടി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ആ കാഴ്ച കാണുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ആ ഹാളിനകത്തേക്ക് കയറി. അതിൻ്റെ ഏറ്റവും പുറകിലായിട്ട് അവിടെ പോയി ഞാൻ ചുമരിൽ കൈകൾ കെട്ടി ഇങ്ങനെ അവിടെ ചാരിയിരിക്കുമ്പോൾ പുറത്തുനിന്ന് ചില ദൈവദാസന്മാർ കയ്യിൽ ബൈബിളും പിടിച്ച് കയറി വരുവാൻ ഇടയായിത്തീർന്നു. അന്ന് ആ ദൈവവചനം അവരോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെയധികം ഒരു കുറ്റബോധമുണ്ടാകുവാൻ ഇടയായിത്തീർന്നു. അന്ന് കടന്നു വന്ന വചനം പ്രസംഗിച്ചത് ഇന്ന് പ്രസന്റ് മിനിസ്ട്രി ഇൻ ക്രൈസ്റ്റിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മോസസ് ജോൺ പാസ്റ്റർ അവറുകളായിരുന്നു. അതേ ഒരു വചനമെടുത്ത് പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു: മനുഷ്യൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി തീർന്നിരിക്കുന്നു. ഈ വചനത്തെ ആസ്പദമാക്കി അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം തകർന്ന് ഞാനവിടെ ഇരുന്ന് കരിഞ്ഞ് നിലവിളിക്കുവാൻ ഇടയായിത്തീർന്നു. ആ പ്രാർത്ഥനാ മീറ്റിങ്ങിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ആ ദൈവദാസൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇന്ന് പുതുതായിട്ട് ആദ്യമായിട്ട് ഈ പ്രാർത്ഥനാ യോഗത്തിൽ കടന്നു വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് ഓടി ആ ദൈവദാസന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് യേശുവിനെ വേണം, ഞാനൊരു പാപിയായ മനുഷ്യനാണെന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. അവർ പറഞ്ഞു തന്ന പ്രാർത്ഥനാ വാചകങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞു. യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായിട്ട് ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നു. അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാൻ ഇടയായിത്തീർന്നു. 3.5 വർഷം ഒറ്റമുറിയിൽ കിടന്ന് സമാധാനമില്ലാതെ നിരാശയാൽ ആത്മഹത്യ ചെയ്യുവാൻ ചിന്തിച്ച എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ ആശ്വാസവും സമാധാനവും തരുന്നതായിരുന്നു ആ പ്രാർത്ഥനാ മീറ്റിംഗ്. ആ ദൈവദാസൻ തന്നതായ ബഹുമാനപ്പെട്ട പാസ്റ്റർ മോസസ് അവர்கள் തന്നതായ ആ ബൈബിൾ ഞാൻ നിരന്തരം വായിക്കാൻ തുടങ്ങി. ബൈബിൾ എങ്ങനെ വായിക്കണം, എവിടെ വായിക്കണമെന്ന് എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. എന്നാൽ അതിൻ്റെ പേജുകൾ ഇങ്ങനെ മറിക്കുമ്പോൾ എന്നെ സ്പർശിച്ച എൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ട ഒരു വചനമായിരുന്നു അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന വചനം ഇപ്രകാരമാണ്: കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതമാകെ തകർന്ന് ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിച്ച് ആത്മഹത്യയ്ക്ക് വേണ്ടി ഞാൻ ജയിലിനകത്ത് ഒരുങ്ങുമ്പോൾ ഇതേ അവസ്ഥയിലായിരുന്നു എൻ്റെ വീട്ടുകാരും. ഞാൻ ജയിലിലായ സമയം മുതൽ എൻ്റെ കുടുംബം തകർന്നു പട്ടിണിയിലായി.
കുടുംബം സംരക്ഷിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയിലായി. ഇനി മരിച്ചാൽ മതി, നാട്ടുകാരുടെ നിന്ദയും പരിഹാസവാക്കുകളും കേട്ട് ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിച്ച് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വയസ്സായ എൻ്റെ അമ്മയും വീട്ടുകാരൊക്കെയും ആ അവസ്ഥയിൽ ജയിലിൽ വെച്ച് ദൈവം എന്നോട് ഇടപെട്ടു. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം എന്നെ ചിന്തിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. തുടർന്ന് ബൈബിൾ വായിക്കുവാനുള്ള ഒരു ഉത്സാഹം, ഒരു പ്രേരണ എൻ്റെ ഹൃദയത്തിൽ ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ആ ബൈബിൾ ഇങ്ങനെ പല ഭാഗങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെ എഴുതിയിരിക്കുന്ന വചനം ഇപ്രകാരമാണ്: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്നത് യേശു ക്രിസ്തു ഒരു മതവിഭാഗത്തിൻ്റെ ദൈവം മാത്രമാണെന്നാണ്. എന്നാൽ ആ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനോ എന്നുള്ള വർണ്ണ വ്യത്യാസമില്ലാതെ ഏവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. ആ ഏവർക്കും എന്നുള്ളൊരു പദം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ സഹദേവൻ എന്ന എനിക്കും ജയിലിൽ കഴിയുന്ന എനിക്ക് ഈ ദൈവത്തിൻ്റെ മകനായി തീരാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം എന്നെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ബൈബിളിൻ്റെ ഓരോ ഭാഗങ്ങളും വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യവും എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെ എഴുതിയിരിക്കുന്ന വചനം ഇപ്രകാരമാണ്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ഏത് മദ്യപാനിയാണെങ്കിലും, ഏത് ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളാണെങ്കിലും, ഏത് ജയിൽ പുള്ളിയാണെങ്കിലും, എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും ആ വ്യക്തി നരകത്തിൽ പോകാതെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, ആ വ്യക്തിക്ക് സ്വർഗം അവകാശമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് തൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്നുള്ള യാഥാർത്ഥ്യം ആ തിരുവചനത്തിൽ കൂടി മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, യേശു ക്രിസ്തു സകല മനുഷ്യൻ്റെയും പാപപരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് യേശുവാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു. എനിക്ക് മനസ്സിലായി, വചനം വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി, ഞാനൊരു പാപിയാണെന്നും പാപിയായ ഞാൻ ഏൽക്കേണ്ടിയിരുന്ന മുഴുവൻ ശിക്ഷകളും യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ വഹിച്ചുവെന്ന്, തൻ്റെ ശരീരത്തിൽ എനിക്ക് വേണ്ടിയുള്ള എല്ലാ ശിക്ഷകളും താൻ ഏറ്റെടുത്തു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവസ്ഥനിൽ കണ്ണുനീരോടെ കരഞ്ഞ് നിലവിളിക്കുവാൻ ഇടയായിത്തീർന്നു. കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എൻ്റെ പാപത്തിൽ നിന്നെ രക്ഷിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുവാൻ, കണ്ണീരൊഴുക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, കർത്താവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ അങ്ങേ ഒന്ന് രുചിച്ചറിയണം, അങ്ങേ ഒന്ന് അനുഭവിച്ചറിയണം. ഈ ദൈവവചനം വായിച്ച് പഠിക്കുവാനും ഈ വചനം പഠിച്ചിട്ട് അനേകരുടെ അടുക്കൽ കടന്നുപോയി ചെന്ന് യേശുവിനെക്കുറിച്ച് പറയുവാനുള്ളൊരു കൃപ എനിക്ക് വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അധികം വൈകാതെ ആ ഒറ്റമുറിയിൽ നിന്ന് ദൈവം എന്നെ പുറത്ത് മറ്റു തടവുകാരോടൊപ്പം മാറ്റി പാർപ്പിച്ചു. നാളുകൾ, വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഏകദേശം 14 വർഷത്തിനടുത്ത് ശിക്ഷ ആയപ്പോൾ ജയിൽ അധികാരികൾ എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ഇടയായിത്തീർന്നു. എന്നാൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്ത് വന്നത് ഒരു നല്ല സുവിശേഷകനായിട്ട്, ജീവിതത്തിൽ രൂപാന്തരം വന്ന ഒരു പുതിയ വ്യക്തിയായിട്ട് ദൈവം എന്നെ പുറത്തു കൊണ്ടുവരാൻ ഇടയായിത്തീർന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായി തീർന്നു. ജയിലിൽ കടന്നു വരുന്ന, പുതുതായിട്ട് ശിക്ഷിക്കപ്പെട്ട് വരുന്ന വ്യക്തികളോട് സുവിശേഷം അറിയിക്കുവാൻ, അവിടെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരോട് സുവിശേഷം അറിയിക്കുവാനൊക്കെയും ദൈവം ജയിലിൽ വെച്ച് എനിക്ക് പ്രാഗൽഭ്യം നൽകുവാൻ ഇടയായിത്തീർന്നു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് അനേക ജയിലുകളിൽ സുവിശേഷം അറിയിക്കുവാൻ ദൈവമായ കർത്താവ് അവസരം തരുവാൻ ഇടയായിത്തീർന്നു. പ്രിസൺ മിനിസ്ട്രി ഇൻ ക്രൈസ്റ്റ് എന്ന സംഘടനയോട് ചേർന്ന് അതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട മോസസ് ജോൺ പാസ്റ്ററും ടീമിനോട് ചേർന്ന് കേരളത്തിലെ നിരവധി ജയിലുകളിൽ
സുവിശേഷം അറിയിക്കുവാൻ തടവുകാരായ അനേക സഹോദരങ്ങളെ മാനസാന്തരപ്പെടുത്തി ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറ്റുവാൻ ദൈവം ഇന്നും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും അങ്ങോളം ഇങ്ങോളം സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, പരസ്യങ്ങൾ നടത്തുവാൻ, ട്രാക്റ്റുകൾ കൊടുക്കുവാൻ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, എനിക്ക് വടക്കേ ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കണമെന്നുള്ള എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ എനിക്ക് ഭാഷ മലയാളമല്ലാതെ മറ്റ് ഭാഷയൊന്നും എനിക്ക് വശമില്ലായിരുന്നു. കേരളം വിട്ട് ഞാൻ പുറത്തൊന്നും പോയിട്ടില്ലായിരുന്നു. എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു വടക്കേ ഇന്ത്യയിലുള്ള പല ഗ്രാമങ്ങളിലും കടന്നുപോയി സുവിശേഷം അറിയിക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ദൈവം എനിക്ക് അതിനുള്ള അവസരം തന്നു. ആദ്യമായിട്ട് ഒറീസയിൽ പോയി ഏകദേശം 2.5 വർഷത്തോളം അവിടെ താമസിച്ച് ആ ഗ്രാമങ്ങളിൽ സുവിശേഷ പ്രവർത്തനം നടത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. തുടർന്നും അതുപോലെ ദൈവം പിന്നെയും പല സ്ഥലങ്ങളിൽ അയച്ചു. കർണാടക സ്റ്റേറ്റിൽ, ബാംഗ്ലൂർ, തമിഴ്നാടിലെ ഏകദേശം എല്ലാ ജില്ലകളിലും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ ദൈവം കൃപ ചെയ്തു. അതുമാത്രമല്ല, മഹാരാഷ്ട്രയിൽ ബോംബെ പട്ടണത്തിൽ അനേകം മാസങ്ങൾ താമസിച്ച് സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ കടന്നുപോയി ചെന്ന അവിടെ സുവിശേഷ പ്രവർത്തനം മാസങ്ങളോളം ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. ഏറ്റവും ഒടുവിലായിട്ട് UP എന്ന് പറയുന്ന ഉത്തർപ്രദേശ് സംസ്ഥാനത്തും കടന്നുപോയി ചെന്ന മാസങ്ങളോളം അവിടെ താമസിച്ച് ഗ്രാമങ്ങളിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. എനിക്കതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഒരാൾ ആഗ്രഹിച്ചാൽ അതിന് നമ്മുടെ പണമോ കഴിവോ വിദ്യാഭ്യാസമോ യോഗ്യതയല്ല ദൈവം നോക്കുന്നത്, ഭാഷയല്ല ദൈവം നോക്കുന്നത്. ആഗ്രഹമുണ്ടോ, ഒരു സമർപ്പണമുണ്ടോ, തീർച്ചയായിട്ടും ദൈവം ഉപയോഗിക്കും. ദൈവം ഏത് അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയെയും കർത്താവ് പറയുന്ന സ്തോത്രം, നിൻ്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ മനുഷ്യൻ്റെ പാപത്തെ കഴുകിക്കളയുവാൻ, പാപത്തിൽ നിന്ന് അവരെ മോചനം കൊടുക്കുവാനായിട്ട് ദൈവം കഴിയുന്ന വേറെ ഒന്നുമില്ല. അത് യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ ലോകത്തിൽ തന്നെ യേശുവിനെ രക്ഷകനും കർത്താവും ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് സമാധാനവും സന്തോഷവും നൽകുന്നു. അത് മാത്രമല്ല, മരണാനന്തരം നിത്യജീവൻ നൽകുന്നതാണ് ദൈവം. സ്തോത്ര. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ, ആ നിത്യമായ ശിക്ഷാവിധിയാകുന്ന നരകത്തിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും നാഥനുമായി സ്വീകരിച്ച് ആ നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് ഏത് വ്യക്തിക്കും മോചനം പ്രാപിക്കുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഒരു വ്യക്തി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ദൈവം ആ വ്യക്തിയുടെ പേര് ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതൊരു വ്യക്തിയെയും ആ നിത്യമായ തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന്, നിത്യശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, പാപം ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഒരു നല്ല ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്കൾ എത്ര പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനമില്ലാത്ത വ്യക്തിയാണെങ്കിലും, ഒരുപക്ഷെ ഏതെങ്കിലും രോഗം ബാധിച്ച് രോഗത്താൽ കഷ്ടത അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും, യേശുക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ മതിയായ ദൈവമാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു വേദനകളെ ചുമന്നു യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം ലഭിച്ചിരിക്കുന്നു. സൗഖ്യം തരുമെന്നല്ല, സൗഖ്യം ലഭിക്കുമെന്നല്ല, സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ആ യേശു ഇന്നും സൗഖ്യമാക്കുവാൻ മതിയായ ദൈവമാണ്. 107-ാം സങ്കീർത്തനം 20-ാമത്തെ വചനത്തിൽ ദൈവം പറയുന്നു: ദൈവം തൻ്റെ വചനമയച്ച് അവരെ വിടുവിച്ചു, സകല കഷ്ടങ്ങളിൽ നിന്നും രക്ഷിച്ചു. സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കാൻ ദൈവം മതിയായ ദൈവമാണ്. ഏത് രോഗത്തിൽ നിന്നാണെങ്കിലും വിടുവിക്കാൻ കഴിവുള്ള ദൈവമാണ്. ആമേൻ. തലവേദനയും മുട്ടുവേദനയും മാത്രമല്ല മാറ്റുന്നത്, ക്യാൻസർ രോഗത്തെ മാറ്റുവാൻ ദൈവം മതിയായ ദൈവമാണ്. ആമേൻ. യേശുവിന് കഴിയാത്തായിട്ട് ഒന്നുമില്ലെന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മരിച്ച 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ കല്ലറയിൽ നിന്നും ജീവനോടെ പുറത്തു കൊണ്ടുവന്ന ദൈവം. ആ ലാസറിൻ്റെ സഹോദരി പറയുകയാണ്: കർത്താവേ, 4 ദിവസമായി നാറ്റം വെച്ചു എന്ന് പറയുമ്പോൾ യേശു പറയുകയാണ്: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് പകലിൽ എൻ്റെ ഈ അനുഭവ സാക്ഷ്യം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, വാത്സല്യ മാതാവേ, പിതാവേ, നിങ്ങളോട് ഞാൻ പറയട്ടെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നീ ദൈവത്തിന് അസാധ്യമായത് യാതൊന്നുമില്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായി ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ രക്ഷിച്ച ദൈവം, എൻ്റെ കുടുംബത്തെ
രക്ഷിച്ച ദൈവം, ഞങ്ങൾക്ക് സമാധാനം തന്ന ദൈവം നിങ്ങൾക്കേവർക്കും ഈ ദൈവിക സമാധാനം തരുവാൻ മതിയായ ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകത്തിന് തരാൻ പറ്റാത്ത ദിവ്യമായ സമാധാനം അത് തരുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ ലോകത്ത് യാതൊന്നിനും മനുഷ്യന് ശാശ്വതമായ ഒരു സമാധാനം തരുവാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ഒരുപക്ഷെ സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മദ്യപാനം, അതിൽ മറ്റൊന്നാണ് ലഹരി വസ്തുക്കൾ, കഞ്ചാവ്, MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റേതെങ്കിലും ലോകത്ത് ലഭിക്കുന്ന സന്തോഷം കിട്ടുമെന്ന് കരുതി പുറകെ പോകുന്നു. പക്ഷെ അതൊന്നിലും സ്ഥിരമായ ഒരു സന്തോഷം തരുന്നതല്ല, സ്ഥായിയായ ഒരു സമാധാനം തരുന്നതല്ല. അതൊക്കെ താൽക്കാലികമാണ്. കയ്യിലുള്ള പണവും നഷ്ടപ്പെട്ട് തീരാ രോഗികളായി വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് അത് നിങ്ങളെ കൊണ്ടെത്തിക്കും. ആകയാൽ പ്രിയപ്പെട്ടവരെ, സമാധാനം യേശുക്രിസ്തുവിലാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, സമാധാന പ്രഭുവാണ്, നിത്യപിതാവാണ്. ആ യേശുവിന് മാത്രമേ ദിവ്യമായ സമാധാനം തരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യേശുക്രിസ്തു സമാധാനത്തിൻ്റെ ദൈവമാണ്. യേശു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ദൈവമല്ല. യേശു സകല സൃഷ്ടിയുടെയും സൃഷ്ടാവായ ദൈവമാണ്. ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.